ഹായ് ഓൾസ്. ഇന്നത്തെ നമ്മുടെ യാത്ര കലിങ്കുടി. കലിങ്കുടി എന്ന് പറയുമ്പോൾ മറ്റെവിടെയോ ആണെന്നൊന്നും കരുതണ്ട. നമ്മുടെ പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് എന്ന് പറയുന്ന മറ്റൊരു പേരാണ് കലിങ്കുടി. പണ്ട് സായിപ്പന്മാർ ബ്രിട്ടീഷുകാരോട് ഉണ്ടായിരുന്ന കാലത്ത് അവരിട്ടിട്ടുള്ള പേരാണ് കലിങ്കുടി. അപ്പം മഴ നനഞ്ഞുകൊണ്ട് പാലക്കാടൻ ഗ്രാമമായിട്ടുള്ള കൊല്ലങ്കോട്ട് ഒരു യാത്ര പോകണമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ സമയം ഇത്ര ആയിട്ടും മഴ പെയ്തിട്ടില്ല. ഇപ്പോഴത്തെ മഴേൻ്റെ കാര്യം നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്തിന് പിന്നെ കാലാവസ്ഥാ വകുപ്പിന് പോലും അത് കറക്റ്റായിട്ട് പ്രവചിക്കാൻ പറ്റുന്നില്ല എന്നൊരു ആക്ഷേപമുണ്ട്. ഓട്ടെ, അപ്പം ഇന്നത്തെ നമ്മുടെ യാത്ര കൊല്ലങ്കോട്ടേക്കാണ്. കൊല്ലങ്കോട്ടിൻ്റെ പാലക്കാടൻ ഗ്രാമങ്ങളുടെ കാഴ്ചകളും പച്ചപ്പും ഒക്കെ ആയിട്ട് നമുക്ക് ഇന്നിവിടെ കൂടാം. കരിമ്പനകളുടെ നാട് പാലക്കാട്. പാലക്കാടിൻ്റെ പ്രകൃതി സൗന്ദര്യം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. പനയും പാടങ്ങളും പച്ചപ്പും പർവ്വതങ്ങളും എല്ലാം ആയിട്ട് കേരളത്തിൻ്റെ മണ്ണിൽ പാലക്കാടിനൊരു പ്രത്യേക സ്ഥാനം തന്നെയുണ്ട്. ഇന്ത്യയിലെ കണ്ടിരിക്കേണ്ട 10 ഗ്രാമങ്ങൾ പട്ടികപ്പെടുത്തിയപ്പോൾ അതിൽ 3-ാം സ്ഥാനം നേടിയത് പാലക്കാട്ടെ ഒരു മനോഹരമായിട്ടുള്ള ഗ്രാമമാണ് കൊല്ലങ്കോട്. സഹ്യപർവ്വതത്തിൻ്റെ കീഴെ നെല്ലിയാമ്പതിക്ക് താഴെ പരന്ന് കിടക്കുന്ന കൊല്ലങ്കോട്. കൊല്ലങ്കോടിൻ്റെ കാഴ്ചകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ നമ്മൾ കൊല്ലങ്കോട്ടേക്ക് എത്തിയിരിക്കുകയാണ്. നല്ല വെയിലാണ്. മഴ പ്രതീക്ഷിച്ച് വന്നിട്ട് മഴൻ്റെ പൊടി പോലും ഇല്ല. നമ്മൾ അവിടുന്ന് ഈ ചെങ്ങഞ്ചിറ കറുപ്പസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ ഇവിടെ ഒരു പാറക്കോറി കണ്ടപ്പോൾ വെറുതെ നിൽക്കുന്നുണ്ട്. കണ്ടപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലം. ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. പക്ഷേങ്കിൽ ഇവിടെ ബാക്കിൽ കണ്ടോ സഹ്യപർവ്വതം, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പിന്നെ ഒരു കോറി, വെള്ളം, ഭയങ്കര രസമുള്ളൊരു സ്ഥലം. അതുപോലെ നമുക്ക് അപ്പുറത്തോട്ട് പോകാൻ പറ്റുമോ നോക്കാം, അറിയില്ല, പോയി നോക്കാം. ഇത് താഴെ കോറിയിലേക്കുള്ള വഴിയാണ്. അവിടെയൊക്കെ നമുക്ക് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. നല്ല കാറ്റുണ്ട്, നല്ല ചൂടുണ്ട്. ആ കോറിൻ്റെ താഴോട്ട് പോയ സമയത്ത് അവിടെ തീർന്നു. പിന്നെ നമ്മൾ ചുറ്റിയിട്ട് മുകളിലോട്ട് കയറിയതാണ്. ഇവിടെയാണ് ഇതിൻ്റെ കറക്റ്റ് കണ്ടോ വൈഡായിട്ട് ഇതിൻ്റെ വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ കൊല്ലങ്കോട് എന്ന് പറഞ്ഞ സത്യം പറഞ്ഞാൽ സഹ്യപർവ്വതത്തിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു ചെറിയ മനോഹരമായിട്ടുള്ള ഗ്രാമമാണ്. കൊല്ലങ്കോട് എന്ന് പറഞ്ഞ ഒരു ടൗൺ അപ്പുറത്ത് വേറെ ഉണ്ട്. ഏതായാലും നമ്മൾ നമ്മുടെ യാത്ര തുടരുകയാണ്. ഒരു സ്ഥലം കണ്ടപ്പം ഇതിൻ്റെ രസം ഒന്നറിയാൻ വേണ്ടിയിട്ട് കയറിയതാണ്. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്നാണ് തോന്നുന്നത്. എന്താ കാറ്റ്, ഒന്ന് പ്ലാൻ ചെയ്തേ. ഈ പർവ്വതത്തിൻ്റെ ഏതോ ഒരു അറ്റത്താണ് നമ്മളെ ബാബു പണ്ട് കുടുങ്ങിപ്പോയതെന്ന് തോന്നുന്നു, അല്ലേ? ഏതായാലും നല്ല കാറ്റുണ്ട്, നല്ല ചൂടുണ്ട്. കയറിയ സമയം ഏതായാലും മോശമില്ല. ആക്ച്വലി കൊല്ലങ്കോടിൻ്റെ കുറേ വീഡിയോസ് നമ്മൾ പിന്നെ ഇൻസ്റ്റഗ്രാമിലും അതേപോലെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടാണ് നമ്മൾ പറഞ്ഞത് കറക്റ്റ് കൊല്ലങ്കോട് എന്താ ഉള്ളത്, അല്ലെങ്കിൽ കൊല്ലങ്കോടിൻ്റെ ഏത് ഭാഗത്താണ് എന്ന് അറിയാൻ പാടില്ലാണ്ട് നമ്മൾ നേരിട്ട് ചാടിയത് കൊല്ലങ്കോട് ടൗണിലേക്കാണ്. ഇതേത് ഗ്രാമം എന്നുള്ള രീതിയിലേക്ക് പോയി നമ്മൾ. അങ്ങനെ അവിടെ നിന്ന് പിന്നെ പല ഭാഗത്തേക്ക് അങ്ങനെ തപ്പി കഴിഞ്ഞാണ് നമ്മൾ ഈ റൂട്ട് പിടിച്ചിട്ടുള്ളത്, ഇവിടെ എത്തിയിട്ടുള്ളത്. ഇവിടെ എത്തിപ്പോയാലും തുടക്കം മോശമല്ല, സമയം നട്ടുച്ചയാണെന്നുള്ളത് മാത്രമേ പ്രശ്നമുള്ളൂ. പക്ഷേ അടിപൊളിയായിട്ട്. സഹയാത്രികൻ എവിടെ? അവിടെ നിന്നിറങ്ങി വീണ്ടും യാത്ര തുടർന്നു. ചെങ്ങഞ്ചിറ ശ്രീ കറുപ്പസ്വാമി ക്ഷേത്രമാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനം. സോഷ്യൽ മീഡിയയിലൂടെ വല്ലാതെ വൈറലായ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയാണ് ഇവിടെ ഈ കാണുന്നത്. നമുക്ക് തിരിച്ചു വരുന്ന വഴി ചായക്കടയിൽ കയറാം. നമ്മളങ്ങനെ ചിങ്ങഞ്ചിറ ശ്രീ കറുപ്പസ്വാമി ക്ഷേത്രത്തിൻ്റെ പ്രകൃതി ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഭയങ്കര പ്രകൃതിയോട് ഇണങ്ങി ചേരുന്ന രീതിയിലുള്ള ഒരു ക്ഷേത്രമാണ്.
അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത്. സോ ഫോളോ മീ. നിറയെ ആൽമരങ്ങൾ, അതിന്ന് താഴോട്ട് തൂങ്ങി നിൽക്കുന്ന വേരുകൾ, സൈഡിലൊരു കുളം, ആൽമരങ്ങൾക്ക് നടുവിൽ ശ്രീ കറുപ്പസ്വാമി പ്രതിഷ്ഠ. ഇതാണ് ചെങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രം. ചെങ്ങഞ്ചിറ ശ്രീ കറുപ്പസ്വാമി പ്രകൃതി ക്ഷേത്രം. ഈ ആൽമരക്കൂട്ടത്തിന് പുറത്ത് ഭയങ്കര ചൂടാണ് കേട്ടോ. എന്നാൽ ഇതിനകത്ത് കയറിയപ്പം തൊട്ട് നല്ല കുളിര്. യാത്രൻ്റെ ക്ഷീണമെല്ലാം അങ്ങോട്ട് മാറി, ഭയങ്കര ഉന്മേഷം. ചിങ്ങഞ്ചിറ കറുപ്പസ്വാമിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഇതിനകത്താണ് ശ്രീകോവിലും വിഗ്രഹവും ഒക്കെ ഉള്ളത്. വശങ്ങളിൽ ആഗ്രഹ സാഫല്യത്തിനായി ഭക്തർ കെട്ടിവെക്കുന്ന രൂപങ്ങൾ അങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നു. അത് കാണാൻ തന്നെ ഭയങ്കര രസമുണ്ട്. കുറച്ച് സമയം ഈ ആൽമരത്തണലിൽ അങ്ങനെ ഇരുന്ന്, പ്രകൃതിയുടെ വികൃതി കൊണ്ടാണോ അതോ ഇനി കറുപ്പസ്വാമിയുടെ അനുഗ്രഹം കൊണ്ടാണോ എന്നൊന്നും അറിയില്ല. മനസ്സിനും ശരീരത്തിനും ഒക്കെ വളരെ ശാന്തതയും സമാധാനവും ഒക്കെ തോന്നുന്നു. അല്ലെങ്കിലും പ്രകൃതിയും ദൈവവും ഒക്കെ ഒന്ന് തന്നെയാണല്ലോ. തിരിച്ചു പോരാൻ തോന്നാത്ത രീതിയിലുള്ള ഒരു അനുഭൂതിയും തണുപ്പുമൊക്കെ ഒരല്പസമയം കൂടി ഇവിടെ ഇരിക്കാൻ എങ്ങനെ നമ്മളെ നിർബന്ധിക്കുകയാണ്. അതുകൊണ്ട് കുറച്ച് സമയം കൂടി അങ്ങനെ അവിടുത്തെ ആ ഒരു വൈബ് പിടിച്ചങ്ങനെ ഇരുന്നു പോയി. ഇപ്പോൾ നമ്മളിപ്പം ചെങ്ങഞ്ചിറ കറുപ്പസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്താണുള്ളത്. ഇവിടെ ക്ഷേത്രത്തിൻ്റെ ഒരു സൈഡിലൊരു ചെറിയ കുളമൊക്കെ ഉണ്ട്, ഭയങ്കര രസത്തിൽ. മഴ ഇല്ല എന്നാണെങ്കിലും ഇതിൻ്റെ അകത്ത് വെള്ളമുണ്ട്. പിന്നെ എന്താ, അവിടെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ഇവിടുത്തെ ആംബിയൻസ് ഭയങ്കരമാണ്. കാരണം ഫുൾ പേരാൽ, അതിൻ്റെ നടുക്കൊരു പ്രതിഷ്ഠ, കറുപ്പസ്വാമി പ്രതിഷ്ഠ. അവിടെ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ട് പലരും വീടിൻ്റെയും അതേപോലെ കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടിയിട്ട് എന്താ ഈ തൊട്ടിലെയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ വഴിപാട് കഴിച്ചിട്ടുള്ളത്. അങ്ങനെ എന്താ ഭയങ്കര ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള, ഭയങ്കര ശാന്തമായിട്ടുള്ള, നല്ല സൈലൻ്റ് ആയിട്ടുള്ള, അതേപോലെ തന്നെ നല്ല എന്താ തണുപ്പ്. പുറമെ ഭയങ്കര ചൂടായിരുന്നു, ഇതിനകത്തേക്ക് കയറിയപ്പോഴേക്ക് നല്ല തണുപ്പൊക്കെ ആയിട്ട് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണ്. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ. ഈ ആൽമരത്തിലൊക്കെ ഇങ്ങനെ തൂങ്ങിയിടാൻ ഭയങ്കര വൈബാണ്. അതേപോലെ തന്നെയാണ് ഇതിൻ്റെ ചോട്ടിൽ ഇതേപോലെ കിടന്നുറങ്ങാനും. ഈ പുറത്ത് പൊരി വെയിലാണെങ്കിലും ഇവിടെ അതൊന്നും ഒരു വിധത്തിലും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമില്ല. അത്രയ്ക്ക് തണുപ്പുണ്ട് ഇതിൻ്റെ അകത്ത്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു പ്രകൃതി ക്ഷേത്രമായിട്ട് അറിയപ്പെടുന്നതും. ഇവിടെ ഒരു അന്നദാനം നടക്കുന്നുണ്ട്. നമ്മൾ ആ സൈഡിലോട്ട് പോയില്ല. ആ ഭാഗത്ത് കുറച്ച് പേര്, എനിക്ക് തോന്നുന്നു ഫാമിലി എങ്ങാനാണെന്ന് തോന്നുന്നു, അവരങ്ങനെ അവിടെ അവരുടെ ഒരു വൈബ് പിടിച്ചങ്ങനെ ഇരിക്കുകയാണ്. നമ്മളെന്തിന് വെറുതെ അവിടെ പോയിട്ട് അവരുടെ സ്വർഗത്തിലേക്ക് കട്ടുകുമ്പാവണം. അപ്പം ഇവിടുന്ന് നമ്മൾ സുലാൻ പറയണം. അപ്പം അടുത്തൊരു എപ്പിസോഡ് ഇതിൻ്റെ ബാക്കി. അയ്യൻ്റെ ഡോ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കൊല്ലങ്കോടിൻ്റെ ബാക്കി കാഴ്ചകൾ കാണാം. കൊല്ലങ്കോടിൻ്റെ ഗ്രാമീണ കാഴ്ചകൾ ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല കേട്ടോ. കണ്ണിനെ മത്ത് പിടിക്കുന്ന പച്ചപ്പ് നമ്മളെങ്ങനെ വിഴുങ്ങുകയാണ്. കൊല്ലങ്കോടിൻ്റെ തുടർക്കാഴ്ചകൾക്ക്, കൊല്ലങ്കോടിൻ്റെ തീരാ കാഴ്ചകൾക്ക് കാതോർത്തിരിക്കുക. ഇറ്റ്സ് മീ സുഹൈൽ ആമന മുഹമ്മദ്.